ആദരവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ നിന്ന് വിട പറഞ്ഞ് പവിത്രമായ ഖബർ ഷരീഫിന്റെ അകത്തട്ടിൽ കിടക്കുകയാണ്. എല്ലാ സ്വഹാബത്തും നബി തങ്ങൾ വിട പറഞ്ഞ് ആ ഒരു വേദനയിലും ആ ഒരു സങ്കടത്തിലും ആ ഒരു വിഷമത്തിലുമായിട്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയം മഹാനായ സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അടങ്ങുന്ന വലിയ വലിയ ആളുകൾ ഇരിക്കുന്ന ആ പവിത്രമായ മജ്ലിസിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഹബീബിന്റെ വാക്കിനെതിര് കാണിക്കുകയാണോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൽബൊന്ന് പിടഞ്ഞുപോയി. ജീവിതത്തിൽ ഇന്ന് വരെ നബി തങ്ങളുടെ അധരങ്ങളിലൂടെ അടർന്നു വീണ ഒരു വാക്കിന് എതിര് കാണിച്ചതായിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ ചോദിക്കുകയാ, നിങ്ങൾ ഹബീബിന്റെ വാക്കിനെതിര് കാണിച്ചോ? ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോവുകയാണ്, വല്ലാഹ് ഇന്ന് വരെ ഈ സെക്കൻഡ് വരെ ഒരൊറ്റ വാക്കുപോലും നബി തങ്ങൾക്കെതിരെ ഞാൻ ചെയ്തിട്ടില്ല. കേട്ടപാട് സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്നൊരു വാക്ക് പറയുമ്പോ ഫബക്കാ ബുകാഅൻ ശദീദാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു പോവുകയാ. നബി തങ്ങളുടെ വാക്കിനെതിര് കാണിച്ചെന്നോ, ഞാൻ എന്താണ് എതിര് കാണിച്ചു എന്ന് പറയുമോ? ഉടൻ തന്നെ പറയുന്നു, സിദ്ദീഖേ, നബി തങ്ങൾ പറഞ്ഞു പോയത് ഒരാൾ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസമോ ആ 3 ദിവസം വരെയാ വിഷമിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഇരിക്കാനുള്ളത്. അത് കഴിഞ്ഞ പിന്നെ നിങ്ങൾ വേദനപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് കൂടരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് കടന്നു പോകുമോ എന്ന് പറയുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വീണ്ടും കരഞ്ഞു. അത് ശരിയാ, നബി തങ്ങൾ വഫാത്തായിട്ട് ഇന്ന് 5 ദിവസമായിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ മസ്ജിദുൻ നബവിയിലുണ്ട്. 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ സങ്കടപ്പെടാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ ഹബീബിന്റെ അരികത്തിരിക്കുമ്പോ ആ വാക്കിന് എതിര് കാണിച്ചോ? കേട്ടപാട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സ്വഹാബത്തിനോട് പറയാ, എഴുന്നേക്കു സ്വഹാബാ, നമുക്കിവിടുന്ന് പോകാം. സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരുടെ വാക്ക് കേട്ടിട്ട് അവരവരുടെ വീടുകളിലേക്ക് പോകാൻ എഴുന്നേൽക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടെ നിൽക്കുമോ? നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയാ. നിങ്ങളൊന്ന് നിൽക്കാമോ? നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് പിരിയാ എന്ന് പറയുന്ന സമയത്ത് സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, പോരാ പോരാ, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന ഒരു സമയമുണ്ടല്ലോ. ബാപ്പയെ വിട്ട് പിരിയുന്ന, ഉമ്മയെ വിട്ട് പിരിയുന്ന, മക്കളെ വിട്ട് പിരിയുന്ന, കൂടപ്പുറപ്പുകളെ വിട്ട് പിരിയുന്ന, കൂട്ടുകാരെ വിട്ട് പിരിയുന്ന ഒരു സമയമുണ്ടല്ലോ. അങ്ങനെ ഒരു സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് വിട പറയാ നമുക്ക് കഴിയണമല്ലോ. അതിന് പറ്റുന്ന ഉപദേശങ്ങൾ തങ്ങളെ നിങ്ങൾ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ നിറകണ്ണുകളോടെ ഇരിക്കാൻ പറഞ്ഞിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത് എവിടെയെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് കൊടുക്കുന്ന പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ആ പവിത്രമായ റൗള ശരീഫിലുള്ള ഖബർ ശരീഫിന്റെ അരികത്ത് പോയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ നേതാവിനോട് സലാം പറഞ്ഞു. മദീനയുടെ മണിമുത്തിനോട് സലാം പറഞ്ഞിട്ട് പറയുകയാണ്, അല്ലയോ ഹബീബായ നബിയേ, യാ റസൂലല്ലാഹ്,
എല്ലാവരും എന്നോട് ഇൽമു പറയാൻ പഠിപ്പിക്കുകയാണ്, പറയുകയാ. ഞാനൊന്ന് പറയട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് അനുവാദം ചോദിച്ചിട്ട് നിറഞ്ഞിരിക്കുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക്കും യാ സ്വഹാബ എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് സ്വലാത്തുകൾ ചൊല്ലിയിട്ട് വഅദ് പറയുകയാ. ആ 4 കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്ന ഇൻഷാ അല്ലാഹ് ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുന്ന ഒരു സമയത്ത് അല്ലാഹികം മസ്റൂറാ, ബാപ്പ കരയട്ടെ, ഉമ്മ കരയട്ടെ, പ്രിയപ്പെട്ടവര് കരയട്ടെ, ആര് കരഞ്ഞാലും ലാഹികം മസ്റൂറാ, നമ്മൾ ഇവിടെ പറയുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ഇവിടെ പറയും. അതിനെന്ത് വേണമെന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാ, നിങ്ങൾ 4 കൂട്ടരോട് മഹബ്ബത്ത് കൊടുക്കാമോ? ദൂതരയങ്ങുള്ള കാലത്തോ ഞാനില്ല, ദൂരമിതേറെങ്കിലും കനവിൽ ഞാൻ കണ്ടില്ല, കാണുവാനായി മാത്രം നന്മകളും ചെയ്തില്ല, പാപികളാണേലും കാരുണ്യം തടയല്ല, ത്വാഹാ നബിയേ കനവിലു വരുമോ നിധിയേ, സ്നേഹാദ്രമാമെൻ്റെ കൽബും പൊട്ടി വേദന ചൊന്നോ ഞാൻ അരുകിൽ എത്തി, തെറ്റുകളേറെ ചെയ്തുള്ളൊരു പാപി ഏറ്റുപറഞ്ഞിന്ന് നബിയിൽ തേടി. ഉറക്കെ മദീനയുടെ രാജകുമാരർ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ അധരങ്ങളിലൂടെ അടർന്നു വീണ വാക്കാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നത്. ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് സ്വഹാബത്ത് പറഞ്ഞു, തങ്ങളെ നിങ്ങൾ പറയുമോ ആർക്കാണ് ഒന്നാമത്തെ സ്നേഹം കൊടുക്കാനുള്ളത്? ഉടൻ തന്നെ പറയുന്നു, മഹാനായ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കടന്നു പോയതുപോലെ അവരൊക്കെ കടന്നു പോയ വഴികൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള വഴിയാ. ഞാൻ ഇത് പറയുമ്പോ നമുക്ക് സംഭവിച്ചു പോയ തെറ്റുകളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ആണിനും പെണ്ണിനും ഒരുപോലെ ബാധ്യതയാണ്. എന്തിനേറെ ഉടൻ തന്നെ സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ല എങ്ങനെയാണ് പടച്ചവനോട് മഹബ്ബത്ത് കൊടുക്കുന്നത്? ഉടൻ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചോദിക്കുകയാ, നിങ്ങൾ ളുഹർ നിസ്കരിച്ചവരല്ലേ, നിങ്ങൾ ഇശാ നിസ്കരിച്ചവരല്ലേ, നിങ്ങൾ സുബഹി നിസ്കരിച്ചവരല്ലേ, നിങ്ങൾ എന്തിനാ നിസ്കരിച്ചത്? നിങ്ങൾ എന്തിനാണ് സ്വതക്ക ചെയ്തത്? നിങ്ങൾ എന്തിനാണ് ഖുർആൻ ഓതിയത്? അവര് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, നർജുൽ ജന്ന വനഖാഫുന്നാർ. ഞങ്ങൾ നിസ്കരിച്ചത് എന്തിനെന്നറിയോ? പടച്ചവന്റെ സ്വർഗത്തിനെ പ്രതീക്ഷിച്ചിട്ടാ. അത് മാത്രവുമല്ല, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, സ്വതക്ക ചെയ്തിട്ടില്ലെങ്കിൽ, സക്കാത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വനഖാഫുന്നാർ, അള്ളാന്റെ കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തെ പേടിച്ചിട്ടാണെന്ന് പറയുമ്പോ ഉടൻ തന്നെ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാ, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങൾ നിസ്കരിച്ചെന്തിനാന്ന് ചോദിച്ചോ, പറഞ്ഞു സ്വർഗത്തിനാണ്. നർജുൽ ജന്ന, ആപ്പമാരെ ഉമ്മമാരെ നമ്മളും നിസ്കരിച്ചെന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സ്വർഗത്തിനാണ്. എന്തിനാ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും സ്വർഗത്തിനാണ്. എന്തിനാ നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴും നിങ്ങൾ പറയും സ്വർഗത്തിനാണ്. എന്തിനാ അവിടെ ഈ നേർച്ചയ്ക്ക് വേണ്ടി കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോഴും നിങ്ങൾ പറയും സ്വർഗത്തിനാണ്. അല്ലെങ്കിൽ പറയും നരകത്തെ പേടിച്ചിട്ടാണ്. ഈ 2 വാക്കാ നമ്മുടെ മുമ്പിലുള്ളത്. എന്തിനാ റമദാനിൽ നോമ്പ് നോക്കും? സ്വർഗത്തിനാണ്.
നമ്മളെല്ലാവരും അങ്ങനെ കരുതുന്ന ആളുകളാണ്. എന്നാൽ അവിടെ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാ, സ്വർഗത്തിന് വേണ്ടി അമൽ ചെയ്യുന്നവനാണോ അല്ലാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നില്ല കേട്ടോ. ഉപ്പമാരെ പഠിച്ചുകൊള്ളുക. പിന്നെന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ പൊരുത്തത്തിനാണ് നിസ്കരിക്കാനുള്ളത്. നമ്മുടെ നിസ്കാരം കൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമോ? അങ്ങനെ കടക്കണമായിരുന്നുവെങ്കിൽ 1000 കൊല്ലക്കാലം ഇബാദത്ത് ചെയ്ത മനുഷ്യൻ അല്ലാഹുവിന്റെ അരികത്ത് വരുമ്പോ അല്ലാഹു ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പൊക്കോ എന്റെ പൊരുത്തത്തോടുകൂടി എന്റെ സ്വർഗത്തിലേക്ക് പോകാൻ പറയുമ്പോ ഈ മനുഷ്യൻ പറയുന്നു, വേണ്ട അല്ലാ, അങ്ങനെ നിന്റെ ഔദാര്യം എനിക്ക് വേണ്ട. 1000 കൊല്ലക്കാലം നിസ്കരിച്ചവനാണ് ഞാന്, 1000 കൊല്ലക്കാലം ഇബാദത്ത് ചെയ്തവനാണ് ഞാന്. അതുകൊണ്ട് എനിക്ക് അതിന് പകരം സ്വർഗം തരണമെന്ന് പറയുമ്പോ അല്ലാഹു പറഞ്ഞു, കടന്നു പൊക്കോ, എന്റെ കത്തിയാളുന്ന നരകത്തിലേക്ക് പൊക്കോ. ഇബാദത്ത് കൊണ്ട് മാത്രം, നിസ്കാരം കൊണ്ട് മാത്രം സ്വർഗത്തിലേക്ക് നമുക്ക് കടക്കാൻ പറ്റില്ല. അപ്പം നിസ്കരിക്കണ്ട എന്നല്ല പറയുന്നത്, നിസ്കരിക്കണം. എന്തിനാണ്? അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട് നിസ്കരിക്കണം കേട്ടോ.